ഇത് മലയാള മനോരമയുടെ പരസ്യ പേജാണ്. ഇന്ന് എല്ലാ പത്രങ്ങളിലും, ദേശാഭിമാനി ഒഴികെയുള്ള പത്രങ്ങളിലൊക്കെ UDFന്റെ ഈ ഒരു പരസ്യം, ഈ ഇലക്ഷൻ സംബന്ധിച്ച് ഒരുപാട് പരസ്യങ്ങൾ ഈ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ BJPയുടെ പരസ്യം വരുന്നുണ്ട്. പിന്നെന്താണ്, LDFന്റെ പരസ്യങ്ങളും ഒരുപാട് ദിവസങ്ങളായിട്ട് വരുന്നു. അങ്ങനെ നിരവധിയായ പരസ്യങ്ങൾ, കിഫ്ബിയുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഡബിൾ സ്പ്രെഡ് പരസ്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ പരസ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആകർഷകമായ ഒരു പരസ്യം വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ തുളഞ്ഞു കയറുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 25 ദിവസം മാത്രം. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 25 ദിവസം മാത്രം. കേരളം ജയിക്കും, UDF നയിക്കും, കണക്ക് ചോദിക്കാൻ സമയമായി. ആ ഒരു എന്താ പറയാ, അഴിമതിയുടെ, കെടുകാര്യസ്ഥതയുടെ, നെറികേടിൻ്റെ ഒക്കെ ആ എന്താ പറയാ അനുഭവങ്ങൾ അത് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ഭിത്തി ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ പഴയ നമ്മുടെ ഓർമ്മകൾ. പിൻവാതിൽ നിയമനം, 6 ലക്ഷം കോടി കടം, അവിടെ വെച്ച് തുടങ്ങാം അല്ലേ. 6 ലക്ഷം കോടി കടം. എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ മാറണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ എന്താ പറയാ കുറ്റപത്രമാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ മാറി വരുന്ന സർക്കാരുകൾ ഇവിടെ ഭരിച്ചിട്ട് 1.5 ലക്ഷം കോടിയായിരുന്നു കടബാധ്യത. ആ 1.5 ലക്ഷം കോടി എന്നുള്ളത് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് 6 ലക്ഷം കോടി കടം. അതിന്റെ 4 ഇരട്ടി. ഒരു 60 വർഷം കൊണ്ട് ഉണ്ടായിപ്പോയ കടത്തിന്റെ 4 ഇരട്ടി 10 വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ കടം വാങ്ങി ദൂർത്തടിച്ച ഒരു ഭരണമായിരുന്നു പിണറായി വിജയന്റെ എന്ന് ഓർമ്മിക്കുകയാണ്. 6 ലക്ഷം കോടി കടം. തകർന്ന ആരോഗ്യ മേഖല പറയാനില്ലല്ലോ. തകർന്ന ആരോഗ്യ മേഖല പറയാൻ തുടങ്ങിയാൽ നമുക്ക് ദിവസങ്ങളോളം പറയാനുണ്ട്. തകർന്ന ആരോഗ്യ മേഖല, അഴിമതി. സുപ്രീം കോടതി തന്നെ ചോദിച്ചതാണ്, നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമല്ലേ എന്ന് സുപ്രീം കോടതിക്ക് വരെ ചോദിക്കേണ്ടി വന്ന അഴിമതി കഥകൾ. വിലക്കയറ്റം പറയാനില്ല. വിലക്കയറ്റത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനമാണ് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി കേരളത്തിന്. രാജ്യത്ത് ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. നമ്പർ 1 കേരളം അല്ലേ. പക്ഷെ ഈ കാര്യം മാത്രം നമ്പർ 1 എന്ന് പിണറായി എഴുതി കാണിക്കാറില്ല. അതാണ് എഴുതി കാണിക്കേണ്ടത്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം. ഗുണ്ടാരാജ് ഏറ്റവും കഴിഞ്ഞ ദിവസം പോലും പട്ടാപ്പകൽ അരുങ്കൊലകൾ നടക്കുന്ന നാട്. സ്വർണ്ണക്കൊള്ള പറയാനില്ലല്ലോ. അയ്യപ്പന്റെ സ്വർണം, ഭഗവാന്റെ സ്വർണം, ഭഗവാനെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ലല്ലോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു തെമ്മാടി ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതെല്ലാം വ്യക്തമാക്കുന്ന പരസ്യമാണ് ഇത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്യുന്ന ഈ പരസ്യത്തെ കുറിച്ച് പറയാനല്ല കേട്ടോ. ഈ പരസ്യം എല്ലാ പത്രത്തിലും ഉള്ള പരസ്യമാണ്. പക്ഷെ പരസ്യത്തിന്റെ എങ്ങനെ ആയിരിക്കണം ഒരു പരസ്യം എന്നുള്ളതിന്റെ, കാരണം അങ്ങനെ എന്താ പറയാ, ഹൃദയത്തിനുള്ളിലേക്ക് ഇങ്ങനെ ചാട്ടുള്ളി പോലെ കടന്നു കയറുന്ന പരസ്യം ഉണ്ടല്ലോ. ഇപ്പോൾ BJPയുടെ പരസ്യം നിരവധി ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങൾ ഇങ്ങനെ വരുന്നു. പക്ഷെ അതിന് ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നത് അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഉണ്ടാകുന്ന പരസ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനൊരു നമ്മൾ കൊളുത്തി വലിക്കുന്ന ഒരുപാട് എന്താ പറയാ, നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരുപാട് ക്ഷേമ പദ്ധതികളെ കുറിച്ച്, വികസന പദ്ധതികളെ കുറിച്ചൊക്കെ അതിലുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് കയറുന്നില്ല. അതേമാതിരിയാണ് ഈ കിഫ്ബിയുടെ പരസ്യവും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഈ നമ്പർ 1 ആരോഗ്യം, ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെളിപ്പാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതാണ് പരസ്യം. ഒറ്റ പരസ്യം മതി. ഒരുപാട് എല്ലാ ദിവസവും ആവർത്തിക്കേണ്ട ഈ ഒറ്റ പരസ്യം തിരഞ്ഞെടുപ്പ് ദിവസം വരെ അടുത്ത മാസം 9-ാം തീയതി വരെ ഓരോ വായനക്കാരുടെയും മനസ്സിൽ ഇങ്ങനെ കത്തി നിൽക്കും കേട്ടോ.